ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, വിഷ്ണു പറഞ്ഞൊരു ടീച്ചർ അത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇപ്പഴേ ടീച്ചറെ കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. എടാ അതല്ല, ആ കൊച്ചു തലകറങ്ങി വേണം പാക രക്ഷിക്കാൻ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നുവന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജനം. അന്തർജനത്തിന്റെ 25 കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. 1976 വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. 1976 വയലാർ അവാർഡ് ഏത് കൃതിക്കാണ് ലഭിച്ചത്? വൈശാഖ് അഗ്നിസാക്ഷി. എനിക്ക് ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തവര് ക്ലാസ് കഴിയും വരെ പുറത്തുനിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗെറ്റ് ഔട്ട്. സോറി. 40 വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് അന്തർജനം അഗ്നിസാക്ഷി. എടാ എന്നാലും കുഞ്ഞൻ ശവമേ പോടാക്ക. കൊല്ലം ജില്ലയിലെ കുന്നൂരാണ് ജനിച്ചത്. അതിലൂടെ കൊടുങ്കാട്ടിൽ നിന്ന് മൂടുപടത്തിൽ അഗ്നിപുഷ്പങ്ങൾ, സീത മുതൽ സത്യവതി വരെ, ഇതൊക്കെയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ മറ്റു കൃതികൾ. ടീച്ചർ ഒറ്റ മിനിറ്റ്, അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കോ? സോറി. അത് പിന്നെ ക്ലാസ്സിലെ മറ്റു പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാ അവിടെ വെച്ച് പറയാണ്ടിരുന്നത്. ടീച്ചറെ തല്ലിപ്പള്ളികളെ നേരെയൊക്കെ നോക്കുവാണോ? അതിനിടയിൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ ടീച്ചർ ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. പാവം കുട്ടികളാ. പാവം കുട്ടികൾ. ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതൽ എടുക്കുമ്പോ അറിയാൻ പറ്റും. ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ. അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോ ടീച്ചർക്ക് മനസ്സിലായിക്കോളും. അവന്മാരിൽ 5 പേരിൽ ഒരാളായി അതെനിക്കറിയാം. സംശയമില്ല. ഇന്നെന്തായാലും ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. പോലീസൊന്നും വേണ്ടോ, ഇതുപോലുള്ളവന്മാരെ ഞാൻ കുറെ കണ്ടതാണ്. കേരളത്തിലിപ്പോൾ സംസ്കാരം സംസ്കരിക്കപ്പെടുന്നതുകൊണ്ടാവാം കവിതകളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പശ്യസഖേ വടിരൂപൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുത. ഇത് സംസ്കൃതത്തിൽ നിന്നും പിൽക്കാലത്ത് ആറോണി സാർ. സാറേ ഇന്നും ആരോ എൻ്റെ വണ്ടിയിൽ പ്ലഗ് കഴിച്ചെടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യമായി. ഒന്ന് ചോദിച്ചോട്ടെ? സംസാരിച്ചു. എൻ്റെ ബൈക്കിന്റെ പ്ലഗ് ഊരിയെടുത്ത് ആരായാലും സത്യം പറഞ്ഞ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോകാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. വേഗം പറ സാർ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇവന്മാരോട് നേരാൻ വേണ്ട പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ. നമുക്ക് ഇവന്മാരുടെ ബാഗ് പരിശോധിക്കടോ. അങ്ങോട്ട് വെക്കട കൈ. എന്താണിത്? കൊണ്ടുപോടാ. നിനക്കെന്താടാ ഒരു ഉള്ളി എന്നൊക്കെ ഉറേന്റെ കൈ കൊണ്ടുപോവാ. കൊണ്ടുപോടാ. നോക്ക് നോക്ക്, എന്റെ അടിയിലും കൂടി നോക്ക്. അപ്പുറത്താൻ ചോട്ടാ. ഒരാളുണ്ട് അപ്പുറത്ത് തപ്പിക്കോ. ചേട്ടാ പേനല്ല ഗ്യാപ്പുള്ളൂ. കിട്ടിയാ നേരെയൊക്കെ നോക്കട്ടാ. ഇതില് ഇങ്ങോട്ട് കൊണ്ടുപോടാ. കൈ അങ്ങോട്ട് മാറ്റി വെക്കാം. ശരിക്കും നോക്കണോ? സാറേ ഇത് കണ്ട
നിന്നോട് മലയാളത്തിലല്ല ഞാൻ ചോദിച്ചേ. ഏതേക്കടാ ബാക്കി പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി സംസാരിക്കാം. വാ. സാറേ ഞാനവന്റെ ബാഗിൽ പ്ലഗ് വെച്ചത്. അവനല്ല. അതെങ്ങനെ ശരിയാവണേ? സാർ മിൽട്ടൺ ഒന്നുമല്ല, പ്ലഗ് വെച്ചത് ഞാനാണ്. അയ്യോ തള്ളല്ലേ സാർ, അവന്റെ ബാഗിൽ ഞാനാ വെച്ചത്. ഇതെന്നതാടാ ലഘൂര്യന്മാരുടെ സംസ്ഥാന സമ്മേളനം? സാറേ ഹ്യൂമാരൊക്കെ ചുമ്മാ കള്ളം പറയണതാ. വൈശാന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് ഞാനാ. ഒരു കാര്യം ചെയ്യ്, 5 പേരും കൂടെ ചെല്ല്. വാടാ. നടക്കടാ അങ്ങോട്ട് ലഘൂര്യന്മാരെ. പോ. കണ്ട, നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്കാരം ഇല്ലായ്മയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിനു വേണ്ടി നിലകൊണ്ട് സ്വന്തം രാജ്യം പോലും ഉപേക്ഷിക്കേണ്ടി വന്ന രാജാവാണ് ഹരിശ്ചന്ദ്ര. കണ്ണീരോടെയാണ് മോഹൻദാസ് എന്ന ആ ബാലൻ അന്ന് രാത്രി ആ നാടകം കണ്ടത്. രാജാ ഹരിശ്ചന്ദ്രയെ പോലെ സത്യത്തിന്റെ പാതയിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും താനും തയ്യാറാവില്ല എന്ന് ആ കുട്ടി അന്ന് തീരുമാനിച്ചു. ഗാന്ധിജിയായിരുന്നു മോഹൻദാസ് എന്ന ആ ബാലൻ. എങ്ങോട്ട് സാറേ ഇപ്പോ? നിങ്ങൾ ആരും ഒന്ന് ക്ലാസ്സിലിരിക്കണ്ട. നിങ്ങളെ പാരൻസ് നാളെ വരുമ്പോൾ TC ഞാൻ അവരെ കൊടുത്തേക്കാം. എക്സ്ക്യൂസ് മീ സർ. യെസ്. വാ. ശ്രുതിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രുതി പറയൂ. റോണി സാറ് പറഞ്ഞിട്ടാണ് കുഞ്ഞിന്റെ ബാഗിൽ ഞാൻ ആ പ്ലഗ് വെച്ചത്. പുറത്താരോടെങ്കിലും പറഞ്ഞാൽ എന്നെ തോപ്പിച്ചോടെന്ന് റോണി സാറ് പറഞ്ഞു. ശരി, നിങ്ങളെല്ലാം ക്ലാസ്സിൽ പോയിക്കോളൂ. ക്ലാസ് പോടാ. ക്ലാസ്സിൽ പോയിക്കോളൂ. താൻ ആദ്യം പോടും. ഞാനോ? പോവല്ലേ ഒന്ന്. റോണി അവിടെ നിൽക്കും. താനെന്ത് പൂക്കത്തരാണോ കാണിക്കുന്നത്? ഒരു അധ്യാപകനാണെന്ന് പറയാൻ തനിക്ക് നാണല്ലേ? അധ്യാപകൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ഇരിക്കേണ്ടവൻ. ഒരു പാവം വിദ്യാർത്ഥിയെ കള്ളനായി മുദ്രകുത്തിയിട്ടേ തനിക്ക് എന്ത് കിട്ടാനുണ്ടോ? ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ സ്ഥാനം സ്കൂളിന് പുറത്തായിരിക്കും. മനസ്സിലായോ? Get out from me. Hey, now, no, take this. Get lost. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ശരി ടീച്ചർ, കാണാം. ശരി. എന്താ എല്ലാരും കൂടെ? ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ടീച്ചറിൻ്റെ അടുത്തൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു ടീച്ചർ. താങ്ക്സ് പറയാൻ വേണ്ടി. നിങ്ങളല്ല, ഈ സ്കൂളിലെ ഏതൊരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ വരണേ, അല്ലാണ്ട് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കാനല്ല. അതൊന്നും കാണാൻ ഇവിടെ ആർക്കും സമയമില്ല. മറ്റുള്ളവർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മാത്രം പുറകിലായിപ്പോ. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി നിങ്ങളുടെ സെക്കൻഡ് ചാൻസാ. ഓക്കെ? താങ്ക് യു. മഞ്ജു വരുന്നുണ്ട്. എടാ കണ്ടി തന്നെ സൂക്ഷിച്ചു നോക്കണം. അവർക്ക് ഇച്ചിരി ആൾക്കാർ കൂടുതലാണ്. മഞ്ജു എങ്ങോടാ? ക്ലാസ്സിലേക്ക്. പൊക്കോ, പോയി പഠിക്കേ. എന്നെ കണ്ടിട്ടൊരു വികാരം പോലും ഇല്ല അവൾക്ക്. വെയിറ്റിടാ. എങ്ങോടാ? ക്ലാസ്സിലേക്ക്. ക്ലാസ്സിലേക്ക്. ഇവളോ? ഞാനും ക്ലാസ്സിലേക്കാ. പൊക്കോ. ഇവന്മാർക്ക് എന്താ വട്ടായോ? പോയി പഠിക്കട്ടെ. ഇനിയിപ്പോൾ ആരുമില്ലല്ലോ, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് ആരായിരിക്കും? ആരും കേട്ടോ. ഇത് തന്നെ, ഇത് തന്നെ. അതിനെനിക്ക് വേണ്ട, കുഞ്ഞൊന്നും നോക്കോ. കൊള്ളാം, നീ തൊഴുന്ന കാഴ്ച. ഡെഡിക്കേറ്റഡ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഈ വരുന്ന സാറ്റർഡേ നമ്മളെല്ലാവരും ട്രിപ്പിന് പോവാണ്. സോറി, നമ്മളല്ല, നിങ്ങൾ. അതെന്താ ടീച്ചർ വരാത്ത?
എന്റെ എൻഗേജ്മെന്റ് ആണ് മൺഡേ. എല്ലാരും ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടക്കണേ? അത് ഞങ്ങളാരും ടൂർ പോകണല്ലോ ടീച്ചറെ. അതെന്താടോ? അതിപ്പോ ടീച്ചർ ഇല്ലെങ്കിൽ ഞങ്ങളും ഇല്ല. അതെ, നിങ്ങളോട് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ എൻഗേജ്മെന്റ് അത് വീട്ടുകാരുടെ സമ്മതത്തോടുകൂടിയൊന്നും അല്ല. ഞാനും രാഹുലും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, പിന്നെ ഒരേ നാട്ടുകാരും. 5 വർഷത്തെ പ്രണയ. 2 വീട്ടുകാർക്കും ഒരേപോലെ എതിർപ്പായിരുന്നു. വേറെ വേറെ മതം, സോഷ്യൽ സ്റ്റാറ്റസ്, പണം, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഭീഷണിയും മർദ്ദനവും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിന്നു. എനിക്കും രാഹുലിനും സപ്പോർട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ പ്രണയമാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ രാഹുലിനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറ. അത് ടീച്ചർ പറഞ്ഞ തന്നെയാണ് ശരി. പക്ഷേ വന്നായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കുഴപ്പമില്ല. ഞാനൊരു കോൾ ചെയ്തോട്ടെ? ഞാൻ വരാം. പക്ഷേ ഫൈനൽ എക്സാമിന് നിങ്ങളെല്ലാവരും പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഞാനും. നീയോ? ഞങ്ങളും. ഓക്കെ. താങ്ക് യു. ഓക്കെ ടീച്ചർ. നീ പഠിക്കൂ. എന്താ പൊളിക്കല്ല, ഇനി ഒരാളും കൂടെ വന്നാ മതി. പിന്നെ പൊളിക്കല്ലേ? നീ ആര് വരാനാണ്? ഇനി ആരാണ്? ഇനി സോജേഷും കൂടെ വന്നാ പൊരിക്കും. നീ എന്താണ് സോജേഷൻ അഭിനയത്? അതെ. മാത്രല്ലോ. ആ ശരിയാ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. അതെ, നീ അവന്റെ ഒപ്പം നോക്കും. നമുക്ക് പോവാം. നീ അവിടെ നിന്നോ, നീ അവിടെ നിന്നോ. നീ അവിടെ നിന്നോ. അല്ലടാ, നമ്മുടെ ഫോണിന്റെ കാര്യം ടീച്ചർമാർ അറിയാണ്ടിരുന്നാ മതി. നിങ്ങളിത് എങ്ങോട്ടാ? ടൂറിനാണോ അതോ ടൂർണമെന്റിനാണോ? കാണിച്ചടി. എന്ത് പാടിട്ടാ ടൂറായിട്ട് മൂടല്ലേ? നീ കാര്യം പറ, വല്ല നടന്നോ? എടാ, ഇതിലും നല്ലൊരു ക്ലൂ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാനാ? നിങ്ങൾ വലിയ ബുദ്ധിസ്റ്റുകളാണെന്നല്ലേ നിങ്ങളുടെ വിചാരം? ലാസ്റ്റ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. അവളൊന്ന് നമ്മളുടെ ഒപ്പം ഈ ടൂറിന് വന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ. നീ കണ്ടുപിടിക്കണ്ട, ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ട്. നീ പോടാ കുഞ്ഞൻ പറഞ്ഞ. നീ പോടാ. അതെ, എങ്ങനെ കണ്ടുപിടിക്കാനാണ്? കണ്ടുപിടിക്കടാ. എങ്ങനെ? ഇവിടെ വഴിയുണ്ട്. ഇവനത് കൊറേ ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ ആദ്യം കയറില്ല, നീ ആദ്യം കയറിക്കോ. ലേഡീസ് ഫസ്റ്റ്. എല്ലാവർക്കും എന്ത് പറ്റി? എന്താ ഒരു മൂഡ് ഓഫ്? നമ്മൾ ഈ ട്രിപ്പ് അടിച്ചു പൊളിക്കാനല്ലേ വന്നിരിക്കുന്നേ? നമ്മുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ട്രിപ്പ് ആക്കണം ഇത്, വേണ്ടേ? അപ്പൊ എല്ലാരും ഒന്ന് ഉഷാറായേ.
കുഞ്ഞ് നീ ഒരു പാട്ട് പാടിയേ. ഞാൻ പാടിയതാ. ഞാൻ പാടും. ഞാൻ പാടേ? ആ, അടിപൊളി. അതെന്താ അത്? ഹിറ്റാ? ആ പൊളിക്ക്. ഒരു ഉളിപ്പിലാണ് പാടിക്കോട്ടോ. കപ്പലിലാണ് ആ കുപ്പയക്കാരി പങ്കായം പൊക്കി ഞാനൊന്ന് ചവിട്ടറാണ്. ഞാനൊന്ന് നോക്കി. നീ പിടിച്ചേ.